ശ്രീകൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഭഗവാൻ ശ്രീകൃഷ്ണൻ കുബ്ജയെ കാണാനായിട്ട് കുബ്ജയുടെ വീട്ടിലേക്ക് പോകുന്നതും കുബ്ജയ്ക്ക് ഭഗവാനോടുള്ള ഭക്തി ഉദ്ധവരെ കാണിച്ചു കൊടുക്കുന്നതും കുബ്ജയിൽ ഭഗവാന് ഒരു പുത്രൻ ജനിക്കുന്നതുമാണ്. ഭാഗവതത്തിലെ വളരെ വിശേഷപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഇത്. കാരണം ഭക്തിയുടെ വിവിധ തരത്തിലുള്ള പ്രകടനങ്ങളാണ് ഈ ഭാഗങ്ങളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് നമ്മൾ ജരാസന്ധനുമായിട്ടുള്ള യുദ്ധമാണ് പറയുന്നത്. ഭഗവാന്റെ ജീവിതത്തിലെ മറ്റൊരു വിശേഷപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മൾ കുറച്ച് കാലങ്ങളായി ഭഗവാന്റെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുവാൻ സാധിക്കുന്നത് തന്നെ വലിയ ഭാഗ്യമാണ് എന്ന് കരുതുക. കാരണം ഭഗവാന്റെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും ഒരു പശുക്കിടാവായിട്ടോ ഒരു ഗോപികയായിട്ടോ ഗോപകുമാരനായിട്ടോ ഒക്കെ തന്നെ ഭഗവാന്റെ കൂടെ ഇരുന്ന് നമുക്ക് ഭഗവാന്റെ ലീലകൾ കാണാനും കേൾക്കാനുമൊക്കെ സാധിക്കുന്നത് എത്രയോ കാലം നമ്മൾ ചെയ്ത പുണ്യപ്രവർത്തികളുടെ ഫലമായിട്ടാണ് എന്ന് ചിന്തിക്കുക. എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ജരാസന്ധ യുദ്ധത്തിലേക്ക് കടക്കാം. കംസന്റെ പത്നിമാരായ അസ്ഥിയും പ്രാപ്തിയും മഗധയുടെ രാജാവായ ജരാസന്ധൻ്റെ പുത്രിമാരാണ്. അതായത് കംസന്റെ 2 ഭാര്യമാരാണ് അസ്ഥിയും പ്രാപ്തിയും. അവരുടെ അച്ഛനാണ് ജരാസന്ധൻ. തൻ്റെ ജാമാതാവിനെ, അതായത് തൻ്റെ മരുമകനെ വസുദേവകൃഷ്ണൻ എന്ന ഒരു യാദവ ബാലൻ വധിച്ചു എന്ന് കേട്ടപ്പോൾ ആ അമിത ബലപരാക്രമിയായ ആ രാജാവിന് അത്ഭുതമാണ് തോന്നിയത്. 10,000 ആനകളുടെ ബലമുള്ളവനായിരുന്നു കംസൻ. അങ്ങനെയുള്ള തൻ്റെ മരുമകനെ കേവലം ഒരു കൊച്ചുകുമാരൻ കഴുത്തു ഞെരിച്ചു കൊന്നു എന്ന് കേട്ടിട്ട് ജരാസന്ധന് അത്ഭുതമാണ് തോന്നിയത്. അശരീരി ഒരു പക്ഷേ സത്യമായി ഭരിച്ചതായിരിക്കാം എന്ന് മഗധ രാജാവ് ചിന്തിക്കുന്നു. എങ്കിലും വൈധവ്യം വന്നു ഭവിച്ച തൻ്റെ പുത്രിമാരുടെ സങ്കടവും തോരാത്ത കണ്ണുനീരും കണ്ടിട്ട് ആ പിതാവിന് വളരെയധികം ദുഃഖമാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ അതിനു തക്ക പ്രതികാരം ചെയ്യുവാനായി ജരാസന്ധൻ തീരുമാനിക്കുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ തൻ്റെ പേരിനും പെരുമയ്ക്കും അത് ദോഷമായി തീരും എന്ന് ജരാസന്ധൻ തീരുമാനിക്കുന്നു. ഇതാണ് ജരാസന്ധന് കൃഷ്ണനോട് വൈരാഗ്യം തോന്നുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. കംസൻ മരിച്ചതിന് ശേഷം മധുരാപുരി എന്ന രാജ്യം വളരെ ക്ഷേമത്തോടു കൂടിയും ഐശ്വര്യത്തോടു കൂടിയും ഉഗ്രസേന മഹാരാജാവാണ് ഭരിച്ചു വന്നിരുന്നത്. കംസനെ ഭയപ്പെട്ട് അന്യരാജ്യങ്ങളിൽ അഭയം തേടിയിരുന്ന എല്ലാ യാദവന്മാരും കംസന്റെ മരണശേഷം തിരിച്ച് മധുരയിലേക്ക് വരികയും ചെയ്തു. ഒരേയൊരു ആക്രമണം കൊണ്ട് യദുവംശം മുഴുവനും മുടിച്ച് രാജ്യം പിടിച്ചടക്കി കംസന്റെ പുത്രന്മാർക്ക് നൽകണമെന്നായിരുന്നു ജരാസന്ധൻ്റെ ആഗ്രഹം. അതനുസരിച്ചിട്ട് യുദ്ധത്തിൽ തനിക്ക് സഹായത്തിനായി അന്നത്തെ പ്രബലന്മാരായ രാജാക്കന്മാരായ സാൽവൻ, കലിംഗൻ, ചേദിബൻ, ദന്തവക്ത്രൻ, വിഡുരഥൻ, ഉലുകൻ, ശൈബ്യൻ, വിന്ദൻ, നരകൻ, വിരാടൻ, പൗണ്ഡ്രകൻ, ശല്യൻ, യുധാജിത്ത്, ഭൂരിശ്രവസ്, രുക്മി, ധ്രുവൻ, ജയദ്രഥൻ, ശകുനി തുടങ്ങിയ രാജാക്കന്മാരുമായിട്ട് ജരാസന്ധൻ സഖ്യത്തിലേർപ്പെട്ടു. ഈ രാജാക്കന്മാരുടെ പേരുകൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അവരൊക്കെ ദുഷ്ടന്മാരാണ്, കൃഷ്ണനോട് വൈരാഗ്യമുള്ളവരുമാണ്. അങ്ങനെ ഒരു വമ്പിച്ച പടയുമായിട്ട് കംസന്റെ ഭാര്യമാരുടെ പിതാവായ മഗധയുടെ രാജാവായ ജരാസന്ധൻ എപ്പോഴെങ്കിലും മധുരയെ ആക്രമിക്കും
എന്ന ഒരു വിശ്വാസം കൃഷ്ണനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൃഷ്ണൻ എപ്പോഴും ഒരു ശ്രദ്ധയുണ്ടായിരുന്നു. ഒരു ദിവസം ജരാസന്ധനും തൻ്റെ കൂട്ടുകാരും അവരുടെ അസംഖ്യങ്ങളായ ചതുരംഗ സേനകളോടും കൂടി മധുരയെ ആക്രമിക്കുകയാണ്. 23 അക്ഷൗണി പടകളാണ് ആ സേനാ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. മധുരാപുരി കോട്ടയുടെ 4 വശവും ഒരു മഹാസമുദ്രം പോലെ ശത്രുപ്പട വളയുകയാണ്. അതുകണ്ട് യാദവന്മാർ പേടിച്ചു. കൃഷ്ണൻ അവരെ സമാധാനിപ്പിച്ചയച്ചതിനു ശേഷം കൃഷ്ണൻ അവരോട് ഏറ്റുമുട്ടുവാൻ തയ്യാറാകുന്നു. 4 ഗോപുരദ്വാരങ്ങളിലും കൂടി ഈ സൈന്യം അകത്തേക്ക് തള്ളിക്കയറുവാൻ, അതായത് ശത്രുക്കളുടെ സൈന്യം അകത്തേക്ക് തള്ളിക്കയറുവാനായിട്ട് തുടങ്ങുന്നു. ഈ യുദ്ധം മൂലം അനവധി ദുഷ്ടന്മാർ ഈ ഭൂമുഖത്തു നിന്നും ഇല്ലാതാകും. ദുഷ്ടനിഗ്രഹമാണ് എൻ്റെ അവതാര ഉദ്ദേശം. അതിനുവേണ്ടി എൻ്റെ വൈഭവം ഇവിടെ കാണിക്കേണ്ടി ഇരിക്കുന്നു എന്ന് കൃഷ്ണൻ ചിന്തിക്കുകയാണ്. അദ്ദേഹം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആകാശത്തേക്ക് നോക്കുന്നു. കൃഷ്ണൻ ആ സമയം വിശിഷ്ടമായ ഒരു തേര്, സുദർശന ചക്രം, കൗമോദകം എന്ന ഗദ, ശാർംഗം എന്ന ചാപം, അസ്ത്രമൊടുങ്ങാത്ത ആവനാഴി തുടങ്ങിയ വൈഷ്ണവങ്ങളായ ആയുധങ്ങളെല്ലാം തന്നെ ആകാശത്തു നിന്നും താഴേക്ക് വരുന്നു. ഉടൻ തന്നെ ആ രഥത്തിൽ, ആ സുവർണരഥത്തിൽ സാരഥിയായ ദാരുകനും പ്രത്യക്ഷപ്പെടുന്നു. ആയുധ സമേതനായി കൃഷ്ണൻ ആ രഥത്തിൽ ചാടിക്കയറുകയും യുദ്ധത്തിന് തയ്യാറാവുകയും ചെയ്യുന്നു. ഉടൻ തന്നെ ബലഭദ്രനും ആയുധങ്ങളെല്ലാം എടുത്ത് മറ്റൊരു തേരിൽ കയറുന്നു. സാത്യകി, ഗധൻ, ഉദ്ധവർ, പ്രസേനൻ, കൃതവർമാവ്, അക്രൂരൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള യാദവ സൈന്യം 4 ഗോപുരങ്ങളുടെ ദ്വാരത്തിലും അവരവരുടെ സേനകളുമായി ചെറുത്ത് നിൽക്കുകയാണ്. ഏകനായ ലോകനാഥൻ 4ആയി പിരിയുകയും 4 കൃഷ്ണന്മാരായി 4 ഗോപുര ദ്വാരങ്ങളിലും പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. അതായത് ആ കോട്ടയ്ക്ക് 4 വാതിലുകളുണ്ട്. 4 വാതിലുകളിലും കൃഷ്ണനുണ്ട്. യുദ്ധം തുടരുകയാണ്. ഒരു ഗോപുരത്തിൽ മാത്രമേ കൃഷ്ണനുള്ളൂ എന്ന് വിചാരിച്ചിട്ട് മറ്റു ഗോപുരങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെയും കൃഷ്ണനെ കണ്ട് ശത്രുക്കൾ ഭയപ്പെടുകയാണ്. രാമകൃഷ്ണന്മാരുടെ ആയുധമേറ്റ് ധാരാളം ശത്രുഭടന്മാർ യമപുരി പ്രാപിക്കുന്നു. പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ ദ്വാരത്തിൽ വെച്ചിട്ട് ജരാസന്ധൻ ജനാർദ്ദനനുമായി യുദ്ധത്തിന് തയ്യാറാകുന്നു. എടാ ബാലപ്രായം മാറാത്ത കൃഷ്ണ, നിന്നോട് യുദ്ധം ചെയ്യുവാൻ എനിക്ക് നാണമാകുന്നു. നീയും ഞാനും ഒരു വിധത്തിലും ജോഡിയല്ല എന്ന് ജരാസന്ധൻ വിളിച്ചു പറയുകയാണ്. ആ സമയത്ത് ബലരാമൻ മുമ്പോട്ടടുക്കുന്നു. ബലരാമനും ജരാസന്ധനും തമ്മിൽ അതിഘോരമായ പോരാട്ടം നടക്കുകയാണ്. അങ്ങനെ ജരാസന്ധനും ബലരാമനുമായി പോരാട്ടം നടക്കുന്ന ആ സമയത്ത് കൃഷ്ണൻ 4 ഗോപുരങ്ങളിലും നിന്നുകൊണ്ട് ആയിരക്കണക്കിന് ശത്രുക്കളെ യമപുരിയിലേക്ക് അയച്ചുകൊണ്ടിരുന്നു. ഹരേ കൃഷ്ണ. യുദ്ധത്തിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം പറയാം. വളരെ വിസ്തരിച്ചു തന്നെ യുദ്ധഭാഗം പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് ഇത്രയും മനസ്സിൽ കണ്ടുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ജരാസന്ധനും ബലരാമനുമായി യുദ്ധം ചെയ്യുകയാണ്. ഭഗവാൻ 4 ഗോപുരത്തിൻ്റെ ദ്വാരങ്ങളിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുകയാണ്. ഏകനായ കൃഷ്ണൻ 4ആയി പിരിഞ്ഞുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. അതായത് 4 ഗോപുര ദ്വാരങ്ങളിലും കൃഷ്ണനുണ്ട്. അങ്ങനെ ആ യുദ്ധം തുടരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്
ജരാസന്ധൻ എന്തുകൊണ്ടാണ് കൃഷ്ണനോട് ദേഷ്യമുണ്ടാകുന്നത് എന്നുള്ളതാണ്. കാരണം ജരാസന്ധൻ കംസൻ്റെ അമ്മായി അച്ഛനാണ്, ഫാദർ ഇൻ ലോയാണ്. അതുകൊണ്ടാണ്. കാരണം തൻ്റെ മരുമകനെ വധിച്ചവനാണ് കൃഷ്ണൻ. തൻ്റെ പെൺകുട്ടികളുടെ വൈധവ്യത്തിന് കാരണമായവനാണ് കൃഷ്ണൻ എന്ന ചിന്തയാണ് ജരാസന്ധനെ ഇപ്രകാരം ചെയ്യുവാൻ പ്രേരിപ്പിച്ചത്. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.